ഹലോ ഡിയർ ഫ്രണ്ട്സ്, ജെം ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ വാഗമൺ മുരുകൻമലയിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിനി വാഗമൺ കുരിശുമല ആശ്രമത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇതാ നോക്കൂ, ഇതാണ് ആശ്രമത്തിലേക്കുള്ള റോഡ്. ഈ റോഡ് കുറേ ദൂരം അങ്ങ് മുന്നേക്ക് ചെല്ലുമ്പോൾ അങ്ങ് ദൂരെ പാത രണ്ടായി തിരിയും. നമുക്ക് വലതുവശത്തേക്കാണ് പോകേണ്ടത്. ഇത് ആശ്രമം റോഡാണ്. ഈ ആശ്രമം സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ട്രാപ്പിസ്റ്റ് ആശ്രമമാണ്. ഭാരതീയ വിശ്വാസമനുസരിച്ച് ദൈവങ്ങളും ഋഷീശ്വരന്മാരും യോഗീശ്വരരും എല്ലാവരും പർവ്വതനിരകളിലും ഇതുപോലെയുള്ള പ്രശാന്തസുന്ദരമായ പ്രദേശങ്ങളിലുമൊക്കെയാണല്ലോ അധിവസിക്കുന്നത്. ഈ പ്രദേശത്തേക്ക്, ഈ റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇടതുവശത്ത് കാണുന്നത് കുരിശുമലയാണ്. ഒരു പ്രത്യേക ആധ്യാത്മിക തേജസ്സുള്ള പ്രദേശമായി നമുക്കിത് അനുഭവപ്പെടുന്നു. ഇരുവശവും പച്ചപ്പും ചെറിയ മരങ്ങളും ഒക്കെ കൂടി ഈ പ്രദേശത്തെ എത്ര തേജസ്സുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. ഇതാ നോക്കൂ, നമ്മൾ ആശ്രമ കവാടത്തിനടുത്തെത്തി. ഇന്ന് സന്ദർശകർ വളരെ കുറവാണ് എന്ന് തോന്നുന്നു. 1958 ഈ ആശ്രമം സ്ഥാപിക്കുന്നത്. 1956 തിരുവല്ല ബിഷപ്പ് സഖറിയാസ് മാർ അത്താനിയസിൻ്റെ ക്ഷണപ്രകാരം ബെൽജിയത്തിൽ നിന്നെത്തിയ ഫ്രാൻസിസ് മിഹ്യൂമും ബേർഡ് ഗ്രിഫിത്സും ചേർന്നാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ഭാരതീയ ആധ്യാത്മികതയോടും ഇവിടുത്തെ ജീവിത രീതികളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഫ്രാൻസിസ് മിഹ്യൂം പിന്നീട് തൻ്റെ പേര് ഫ്രാൻസിസ് ആചാര്യ എന്നാക്കി മാറ്റുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറിട ചാപ്പലാണ് ഈ കാണുന്നത്. പിന്നീട് ജേഴ്സിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത കുറേയേറെ കന്നുകാലികളുമായി ഇവിടെ ഒരു ഡയറി ഫാമും ആരംഭിക്കുകയുണ്ടായി. പ്രാർത്ഥനയും അധ്വാനവും ഇടകലർത്തിയ ജീവിത രീതി പുലർത്തി വരുന്ന ഒരു ആത്മീയ അന്വേഷണ സമൂഹമാണ് ഇവിടെയുള്ളത്. സ്വയംഭരണാവകാശമുള്ള ആശ്രമമാണിത്. 2002 ഇഹലോകവാസം വെടിയുന്നതുവരെ ഫ്രാൻസിസ് ആചാര്യയായിരുന്നു ഇവിടുത്തെ മതനേതാവ്. ഒപ്പമുണ്ടായിരുന്ന ബേർഡ് ഗ്രിഫിത്സ് സ്വാമി ദയാനന്ദ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവസാന നാളുകളിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ശാന്തിവനത്തിലാണ് ചിലവഴിച്ചിരുന്നത്. സുറിയാനി പ്രാർത്ഥനാ ശുശ്രൂഷയായിരുന്നു ആദ്യകാലത്തൊക്കെ. ആധുനികതയുടെ കടന്നുകയറ്റമില്ലാത്ത ഒരു ആശ്രമത്തിൻ്റെ എല്ലാ പരിഭാവനതയും നിലനിർത്തി പോകുന്ന ഈ അന്തരീക്ഷത്തിൽ ധ്യാനസുഖം അനുഭവിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്ന ധാരാളം ആളുകളുണ്ട്. ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഡയറി ഫാം. വെളുപ്പിന് 4 മണിക്ക് ആരംഭിക്കുന്ന ജീവിതചര്യയിൽ ഈ ഡയറി ഫാമിൻ്റെ പരിപാലനം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇവിടുത്തെ കന്നുകാലികൾക്ക് മേയുവാനായി പരിപാലിക്കപ്പെട്ടു പോരുന്ന പച്ച പുൽമേടകളും വൃത്തിയായി സംരക്ഷിച്ചു പോരുന്ന പൂന്തോട്ടവും എല്ലാം നയനമനോഹരങ്ങളായ കാഴ്ചകളാണ്. ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുഭാഗത്തും ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന ഇലച്ചെടികളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കാതിരിക്കില്ല. നിശബ്ദമായ അന്തരീക്ഷം പരിപാലിക്കപ്പെടണം എന്നുള്ള അറിയിപ്പ് ഇടയ്ക്കൊക്കെ ഉണ്ട്. അതില്ലെങ്കിൽ പോലും ഇവിടെ എത്തിയാൽ നാം താനേ നിശബ്ദരാകും. നിശബ്ദതയിലാണല്ലോ നാം നമ്മോട് തന്നെ സംവദിക്കുന്നത്. ഏകാന്തതയിലാണല്ലോ നമുക്കുള്ളിലുള്ള ദൈവത്തെ നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നിശബ്ദതയുടെ ഇടങ്ങളായ അമ്പലങ്ങളും പള്ളികളിലുമൊക്കെ നാം ദൈവത്തെ തിരയുന്നതും. അങ്ങ് ദൂരെ ആശ്രമവും ആശ്രമത്തിനോട് അടുത്ത് തന്നെ ദേവാലയവുമുണ്ട്. ഏറെ പ്രത്യേകത നിറഞ്ഞ ഈ ദേവാലയത്തിനുള്ളിലേക്ക് നമുക്ക് ഒന്ന് പോയി വരാം. ഉള്ളിൽ അങ്ങ് ദൂരെ മദ്ബഹയ്ക്ക് മുന്നിലായി കാണുന്ന കുരിശുരൂപത്തിനും മുകളിൽ കാണുന്നത് ഓംകാരമാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണല്ലോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:1 പറയുന്നത്. ഹിന്ദു ഭാരതീയ വിശ്വാസമനുസരിച്ചും ആദിയിൽ ശബ്ദമാണുണ്ടായത്, ഓംകാരം. ഈ 2 വിശ്വാസങ്ങളും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതിയാണ് ഇവിടുത്തേത് എന്നത് ഏറെ കൗതുകവും അത്ഭുതവും ഉളവാക്കുന്നു.
കാഷായ വസ്ത്രധാരികളായ ഇവിടുത്തെ സന്യസ്തരിലും ദൈവത്തിൻ്റെ മണവാട്ടിമാരിലും കാണുന്ന ശാന്തതയും പ്രൗഢമായ അഭൗമമായ തേജസ്സും എടുത്തു പറയേണ്ട ഒന്നാണ്. അങ്ങനെ പ്രശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷത്തിൽ കുറേ സമയം ചിലവഴിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും കാണും വരെ ബൈ.